യുവരാജ് ഗോകുൽ, ഈ 1300 വർഷത്തിലേറെ പഴക്കം ഉറപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ, ഒരു ഗ്രാമം, അവിടെ കർഷകരും അവിടുത്തെ പ്രദേശവാസികളുമൊക്കെ അവരുടേതായ ആവശ്യങ്ങൾക്കായി ഭൂമി വിൽക്കാനായി ശ്രമിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു 3 പഞ്ചായത്തൊക്കെ വഖഫ് ബോർഡ് സ്വന്തമാക്കി വയ്ക്കാൻ, അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ സ്വന്തമാക്കി വയ്ക്കാൻ ഇതെങ്ങനെയാണ് കഴിയുക? അത് വഖഫ് നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. വഖഫ് നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരാൾ വഖഫ് ബോർഡിന് ഒരു ഭൂമി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭൂമി ഒരാൾ വഖഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും, വാക്കാൽ പറഞ്ഞാൽ മാത്രം മതിയാകും. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം അവർ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കൃഷ്ണരാജിൻ്റെ ഒരു ഭൂമിയാണ്, കൃഷ്ണരാജിൻ്റെ ഏതെങ്കിലും ഒരു മുതുമുത്തച്ഛൻ ഇതിവർക്ക് വഖഫ് ചെയ്യാമെന്ന് വാക്കാൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ മേൽ അവർക്ക് ഒരു അവകാശമായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ്, പിന്നെ താങ്കളുടെ മാത്രം ബാധ്യതയാണ് അത് വഖഫ് ബോർഡിൻ്റെ മുന്നിൽ പോയിട്ട് അത് തൻ്റെ ഭൂമിയാണ് എന്ന് തെളിയിച്ചെടുക്കേണ്ടത്. അത് ആരുടെ ഭൂമിയാണോ അവരുടെ ബാധ്യതയായിട്ട് മാറുന്നതാണ്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിലീജിയസ് പ്രാക്ടീസസിന് വേണ്ടിയിട്ട്, ഇസ്ലാമികമായ റിലീജിയസ് പ്രാക്ടീസസിന് വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ്ലി ചില ഭൂമികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമി തങ്ങളുടേത് ആകുമെന്നൊക്കെ ഉള്ള തലത്തിൽ മറ്റൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഈദ്ഗാഹ് മൈതാനം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ട്, ദ്വാരകയിൽ 2 ഐലൻഡുകളെ കുറിച്ചിട്ട്, സൂറത്തിലെ മുനിസിപ്പൽ ബിൽഡിങ്ങിനെ കുറിച്ചിട്ട്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്ലെയിംസ് പല ഭാഗങ്ങളിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പേരിലും വലിയ ഡിസ്പ്യൂട്ടുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ തീർത്തും ഏകപക്ഷീയമായിട്ടാണ് അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നത്. ശ്രീ ഷാഫി ചാലി അദ്ദേഹം എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ എന്നാണ് എനിക്കും അഭിപ്രായം പറയാനുള്ളത്. അദ്ദേഹം അത് പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ശരി.